അപ്പോൾ ഒരു ഉറപ്പ് തന്നത് സുരക്ഷാ പരിശോധന നിർബന്ധമായിട്ടും നടത്താം. സുരക്ഷിതമല്ല എന്ന പരിശോധനയിൽ തെളിഞ്ഞാൽ ഇത് പൊളിച്ചു മാറ്റുന്നതിനെ പറ്റി ആലോചിക്കാമെന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. ഇവരോട് ഞങ്ങളിപ്പോൾ പറയുന്നത്, നിങ്ങളിവിടെ എലിവേറ്റഡ് ഹൈവേ റെക്കമെൻഡ് ചെയ്യണം. ഇവിടുന്ന് അയക്കുന്ന കടലാസിൽ ഇത് ജോലി ഇത്ര ശതമാനം പൂർത്തിയായി, ജോലി പൂർത്തിയാവില്ലല്ലോ, സുരക്ഷിതമായി പൂർത്തിയാവില്ലല്ലോ നമ്മുടെ അവസ്ഥ. ആ അവസ്ഥക്ക് മാറ്റം വരണം. ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയാനുള്ളത്, ഹരിയാനയിലെ റിട്ടയർഡ് PWD ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ഈ സ്ട്രെച്ചിലെ മുഴുവൻ സുരക്ഷാ പ്രശ്നങ്ങളും പരിശോധിക്കാൻ ഒരു ടീമിനെ NHAI ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പരിശോധന നടത്തും. ഒരു ജിയോ ടെക്നിക്കൽ ടീം കോഴിക്കോട് കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ട്. അവർ ഈ സ്ട്രെച്ചിലെ മുഴുവൻ സ്ഥലങ്ങളും പരിശോധിക്കും, മണ്ണിന്റെ ഉറപ്പും വെള്ളം മറ്റു കാര്യങ്ങളും പരിശോധിക്കും. അഴിയൂർ വെങ്ങലം ഈ ഏരിയയിൽ നിരന്തരം ഉണ്ടാവുന്ന വീഴ്ചകളും കൺസ്ട്രക്ഷനിലെ നിലവാരക്കുറവും അപകടങ്ങളും മെല്ലെപ്പോക്കും ഇനി ഫർദർ ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കൂടെ പരിശോധിക്കാൻ ഹരിയാനയിലെ റിട്ടയർഡ് PWD ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ട്രെച്ചിന് വേണ്ടി മാത്രം. അപ്പോൾ അവരുടെ വിസിറ്റും ഈ ജനുവരി മാസം തന്നെ നടക്കും. 2 പരിശോധന ഈ സ്ട്രെച്ചിൽ നടക്കാൻ പോവുകയാണ്. ആ 2 പരിശോധനയിലും ഇതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള കാര്യമാത്രമായിട്ടുള്ള പരിശോധനകൾ നടക്കണം. അത് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഇതിനെ പൊളിച്ചു പണിയേണ്ടിടത്ത് പൊളിച്ചു പണിയണമെന്ന് തന്നെയാണ് ആവശ്യം. എപ്പോഴും അവർ പറയുന്നത് കുറച്ചും കൂടെ ജോലി ചെയ്താൽ ഇത് പൂർത്തിയായി എന്നുള്ളതാണ്. പൂർത്തിയായാൽ മാത്രം പോരാ, അത് സുരക്ഷിതവുമായിരിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. അതിനോട് തുടക്കത്തിൽ പറയുന്ന ആവശ്യങ്ങളോട് മുഖം തിരിച്ചതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ. ഇതിന്റെ മുമ്പ് വന്നപ്പോൾ ഒരു ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിച്ചത്, അന്ന് അടിയിൽ നിന്ന് മണ്ണെല്ലാം പുറത്തേക്ക് തള്ളിയതാണ്. വീണ്ടും അപകടം ഉണ്ടാവുന്നത് ഇപ്പൊ തന്നെ ആളുകൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതിപ്പോ പ്രൊജക്ട് ഡയറക്ടറെ നേരിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പം രാഘവേട്ടൻ ബൈ ചാൻസ് രാഘവേട്ടനും ഇതുവഴി കടന്നുപോയി. അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടത് ഇവരിവിടുന്ന് റെക്കമെൻഡ് ചെയ്യണം. മാത്രമല്ല ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത, ഇപ്പൊ ബ്ലൂ ഫ്ലാഗ് ബീച്ചാണ് കാപ്പാട്. ഏറ്റവും പ്രശസ്തമായ അപൂർവം ബീച്ചുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു സൗകര്യം. തുഷാരഗിരി മുതൽ ഈ റോഡ് ഒരു സ്റ്റേറ്റ് ഹൈവേ പാസ് ചെയ്യുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യുന്ന തരത്തിൽ ഈ പറയുന്ന ചെറിയ സർവീസ് റോഡിന്റെ ബ്ലോക്കിനെ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ടൂറിസ്റ്റ് ഞായറാഴ്ച ദിവസം ഒരു അവധി ദിവസം ഇവിടെ വന്നാൽ നിൽക്കാനും തിരിയാനും പറ്റാത്ത അവസ്ഥ ഇവിടെ ഉണ്ടാവുന്നു. ഒരു സ്റ്റേറ്റ് ഹൈവേയുടെ ക്രോസിങ്ങിന് ഇവിടെ ഒരു എലിവേറ്റഡ് സംവിധാനം അവിടെ ഉണ്ടാക്കി വെക്കുകയായിരുന്നെങ്കിൽ അത് എത്രത്തോളം ഗുണം നാടിനുണ്ടായിരുന്നു. 4000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ മുമ്പിലാണ് ഒരു സ്ലാബ് ഇങ്ങനെ പൊളിഞ്ഞു വീണത്. 4000 കുട്ടികൾ രാവിലെയും വൈകുന്നേരം ബസ് കയറാനും ഇറങ്ങാനും വണ്ടി കയറാനും ഇറങ്ങാനും ഒക്കെ ഈ ചെറിയ സ്ട്രെച്ചിനെ ഉപയോഗിക്കുന്ന 4000 കുട്ടികൾ. ഇതിന്റെ ഗൗരവം കാണാതെ പോവരുത് എന്നുള്ളത് നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രൊജക്ട് സംവിധാനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ഇന്ന് തന്നെ ആർ ഉൾപ്പെടെയുള്ള ആളുകളുമായി റീജിയണൽ ഓഫീസ് ഇന്ന് തന്നെ സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു മറുപടി തരാമെന്ന് പറയുന്നത്. ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളുടെ ആവശ്യങ്ങളുടെ പക്ഷത്ത് നിൽക്കണം. അമിത സാങ്കേതികത്വം പറഞ്ഞ് ഇവിടുന്ന് എഴുതി അയക്കുന്നത് ന്യായമായതിനെ നിഷേധിക്കാനുള്ള കാരണമാവരുത് എന്നുള്ളത് ശക്തമായ നിർദ്ദേശമായിട്ട് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ സുരക്ഷാ പരിശോധന കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഹൈവേ അതോറിറ്റിയുടെ മേലെ മന്ത്രി നിർദ്ദേശപ്രകാരം ഈ പ്രൊജക്ടുമായിട്ട് ഡയറക്റ്റ് നടപ്പിലാക്കുന്ന ആളുകളല്ല, ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസി, ഒരു ടീമാണ്. ആ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതെ, ഗതാഗത മന്ത്രാലയം കൊടുത്ത പരാതികൾ നിരന്തരം ഉയരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ മിനിസ്റ്റർ ഒരിക്കൽ കണ്ടപ്പോൾ മിനിസ്ട്രി കമ്പനിയുടെ ആളുകൾ അവിടെ വിളിച്ചു വരുത്തി. നിർമ്മാണം ഏറ്റെടുത്ത ആദ്യത്തെ കമ്പനിയും സബ് കോൺട്രാക്ട് കൊടുത്ത കമ്പനിയും അവരോടും അദ്ദേഹം നേരിട്ട് ഞങ്ങളുടെ മുമ്പിൽ തന്നെ പറഞ്ഞു, ബിസിനസ് എത്തിക്സ് അല്ലേ കാണിക്കുന്നത്. ഇത്ര കോടി രൂപയുടെ വർക്ക് ഇവിടെ അലോട്ട് ചെയ്തിട്ട് അത് സബ് കോൺട്രാക്ടിന് കൊടുത്ത് പിന്നെ ആർക്കും ഉത്തരവാദിത്വം ഇല്ലാതാക്കുന്ന സാഹചര്യത്തെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങളുടെ മുമ്പിൽ തന്നെ പറയുകയൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന നടക്കുന്നത്. ആ പരിശോധനാ റിപ്പോർട്ട് വളരെ നിഷ്പക്ഷമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോ തരുന്ന ഉറപ്പ്. അതിനെ സംബന്ധിച്ചാണ് ഇപ്പൊ അവര് പറയുന്നത്, ആ പൊളിഞ്ഞു നിൽക്കുന്ന ഭാഗം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കണം, അത് അങ്ങനെ തുറന്നിട്ടാൽ വീണ്ടും അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ അവർ ഇന്ന് ആറുമായിട്ട് സംസാരിച്ചിട്ട് അവർ ഇന്ന് തന്നെ ഞങ്ങളെ തിരിച്ച് ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളുമായി സംസാരിച്ച് അതിലെന്തെങ്കിലും ധാരണ ഉണ്ടാക്കേണ്ടി വരുമെന്ന് പരിശോധിക്കണം. കാരണം ഇനിയൊരു അപകടം, ആ സ്ലാബ് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു അപകടത്തിന് കാരണമാണ്. ഫുൾ സ്ട്രെച്ച് പണി അതിന്റെ സുരക്ഷാ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പറയുന്നത് പണി തീർത്താലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അതിലും ഭേദം സുരക്ഷാ പരിശോധന ആദ്യം തീർക്കുകയല്ലേ വേണ്ടത് എന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. എത്ര തവണ ഇത് എഫക്റ്റീവ് ആയിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല. ഇത് 40 കിലോമീറ്റർ ഈ സ്ട്രെച്ചിൽ ഇപ്പോഴും മോട്ടോറുകൾ എന്ന് പറയുന്നത് വെറും 15 കിലോമീറ്റർ. ഇത്ര വർഷത്തിന് ശേഷം എത്ര കാലമായി ജനങ്ങൾ ഇത് അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെ വന്നിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു.
2 കൊല്ലമാണ്. ആ ആവേശം പണി തീർക്കാനും സുരക്ഷിതമായി തീർക്കാനും കാണിക്കണം. ഇത് ഇപ്രാവശ്യം കൊടുത്ത പിന്നെ 6 പോയിന്റിൽ ആദ്യത്തെ വാചകം ഡിലേ ഇൻ കംപ്ലീഷൻ, പുവർ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ. ഇത് എവിടെ നിന്നൊക്കെ അനുഭവപ്പെടുന്നു എന്നുള്ളത് ഗഡ്കരി മിനിസ്റ്റർ ഇതിന്റെ എല്ലാ ഡീറ്റെയിലും സ്ഥലം സന്ദർശിച്ച് അതിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെച്ചിട്ടാണ് കൊടുത്തത്. ജനങ്ങളുടെ ഫർദർ ആവശ്യങ്ങളും വെച്ചിട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഉൾപ്പെടെ ഇത് ആരെ അറിയിക്കാത്തതോ ഉന്നയിക്കാത്തതോ പ്രശ്നമില്ല. കളക്ടറുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഫീൽഡ് വിസിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡാ. ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യാൻ തീരുമാനിച്ച ചില കാര്യങ്ങൾ മാത്രം ചെയ്തു പോകാനുള്ള ശ്രമങ്ങളാണ് ആദ്യം ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ അവർക്ക് അതിന്റെ സമ്മർദ്ദം കാരണം പലയിടത്തും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രശ്നം. ഞാൻ അതിൽ ഒരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ വീഴ്ചകളുള്ളത് ഈ സ്ട്രെച്ചിലാണ്. അദാനി കമ്പനിയാണ് ഇതിന്റെ വർക്ക് എടുത്തത്. അവർ സബ് കോൺട്രാക്ട് കൊടുത്തതാണ് വകാടിന്. ആ തുകയിലെ അന്തരം ഈ പ്രവൃത്തിയെ ബാധിക്കുന്നു എന്നുള്ള സംശയം ഞങ്ങൾക്ക് ഇല്ലാതില്ല. വെബ്സൈറ്റിൽ വന്ന തുകയാണെങ്കിൽ അത് വലിയ ഡിഫറൻസ് ആണ്. അതിന്റെ ക്ലാരിഫിക്കേഷൻ മന്ത്രാലയമാണ് തരേണ്ടത്. അത് നിർമ്മാണത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നു എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഇവർ ചൂണ്ടിക്കാണിച്ച പലയിടത്തും ഇതിന്റെ കോർണറൊക്കെ വക്കുമൂലയൊക്കെ തേച്ച് വെച്ചിട്ട്, ഈ സ്ലാബിന്റെ പൊട്ടിയ വക്കുമൂലയൊക്കെ തേച്ച് വെച്ചത്, ഇത് ആളുകൾ ഇപ്പൊ കണ്ട ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ ആളുകളും വണ്ടികളും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവണം. ഈ സുരക്ഷാ പരിശോധനയ്ക്ക് കാത്തു നിൽക്കുന്നു. ഇതിനെ സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് അവർ പെട്ടെന്ന് തന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഴിയൂർ വെങ്ങളം ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുൻസിയിലെ ഈ സ്ട്രെച്ചിൽ അതിന് മാത്രമായിട്ടൊരു പരിശോധനയ്ക്ക് കൊടുത്ത നിവേദനം പ്രകാരം മന്ത്രാലയം ഉത്തരവിട്ടതിനനുസരിച്ച് ഹരിയാനയുടെ PWD ചീഫ് എഞ്ചിനീയർ ആയിരുന്ന നേതൃത്വത്തിൽ ഒരു എഞ്ചിനീയറിംഗ് ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു ജിയോ ടെക്നിക്കൽ ടീം ഓൾറെഡി ഇന്നലെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അവർ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. മണ്ണിന്റെ ഉറപ്പും ബലവും സുരക്ഷിതത്വം അവർ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവൻ പോയാലേ പാഠം പഠിക്കൂ എന്നുള്ള പിടിവാശി ദേശീയപാത നിർമ്മാണത്തിന്റെ കാര്യത്തിൽ NHAI ഉപേക്ഷിക്കണം. ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയുന്നു, സംസ്ഥാന PWD വകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ അപ്പം പ്രയാസങ്ങൾ വരുമ്പോൾ അത് മുഴുവനായിട്ട് NHAI മാത്രമാണ്. ഞങ്ങൾക്ക് പിന്നെ എന്താ 2 അക്ഷരം പറഞ്ഞിരുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞ 2 അക്ഷരം ഉണ്ടല്ലോ, ഇതുമായിട്ടൊന്നും ബന്ധമില്ല എന്ന് പറയാൻ വേണ്ടി ഒരു ബന്ധവും ഇതുമായിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യരുത്. ഇത് നിർമ്മാണത്തിന്റെ നിലവാരത്തിൽ തകർച്ച ഉണ്ടെങ്കിൽ സംസ്ഥാനത്ത് നിർമ്മിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ സംസ്ഥാനത്ത് വകുപ്പും തയ്യാറാവണം. കഴിയുമ്പോൾ ഞങ്ങളുടെ, പൊളിയുമ്പോൾ അവരുടെ എന്ന് പറയരുത്. 2 പേർക്കും ഉത്തരവാദിത്വമുണ്ട്. NHAI അവരുടെ ഫസ്റ്റ് റെസ്പോൺസിബിൾ NHAI തന്നെയാണ്. അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റണം. അത് നിറവേറ്റുന്നില്ലെങ്കിൽ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിച്ചിറങ്ങിയ എല്ലാവരും ഈ പാളിച്ചയുടെ ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ മുമ്പോട്ട് വരണമെന്ന് കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു. ഒരു സത്യം പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് അദ്ദേഹത്തിന്റെ മേലെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്, ആരോപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൂടെ നമുക്ക് പറയാൻ ഇനി സാധിക്കില്ല. ആ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ ഇതിന്റെ എല്ലാ സൂചനകളും വന്നതാണ്. അപ്പൊ അത്ര ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം, അതൊരു ലഹരി കേസ് തെളിവ് നശിപ്പിക്കാൻ നേതൃത്വം നൽകി എന്നുള്ളത് തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ഞാനതിന്റെ വാർത്തകൾ കണ്ടിട്ടില്ല. അതിൽ ഇനി കോൺഗ്രസിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കൂടുതലായിട്ട് ചെയ്യാനുള്ളതായിട്ട് പാർട്ടിയിൽ നിന്നുള്ള നടപടികൾ പാർട്ടി ഓൾറെഡി എടുത്തു കഴിഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരാരും അങ്ങനെ പോസ്റ്റും വിവാദങ്ങളൊന്നും അത്തരം കാര്യങ്ങളിൽ ഉണ്ടാക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഈ ഗവൺമെന്റിൽ നിന്ന് ആഗ്രഹിക്കുന്ന മോചനം അത് സാധ്യമാക്കാനുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. X or Y അതിൽ ഏറ്റവും അർഹമായ, ഏറ്റവും വിജയസാധ്യതയുള്ള, ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകൾ ഒരേ മനസ്സോടെ കണ്ടെത്തി അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. SIR ഉൾപ്പെടെ ഇപ്പോഴും ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്ന, ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്ന കാര്യത്തിൽ ബോധപൂർവമെന്ന് സംശയിക്കുന്ന തരത്തിൽ ചില ഡാറ്റാസ് പുറത്തു വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരം കാര്യങ്ങളെ ഫീൽഡിൽ നിന്ന് പരിഹരിക്കുക എന്നുള്ളതാണ്. നാളെയും മറ്റന്നാളുമായിട്ട് പാർട്ടിയുടെ ക്യാമ്പ് നടക്കുക. അതിന്റെ അജണ്ടകൾ മുഴുവൻ ഈ ദുർഭരണത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ, ജനങ്ങൾ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തെ കാക്കുന്ന രീതിയിൽ ഇനി ഫർദർ നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. ഞങ്ങൾക്കുണ്ടായ വിജയം ഞങ്ങളെ അഹങ്കാരികളാക്കി മാറ്റിയിട്ടില്ല, കൂടുതൽ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്.
അപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനും ഒരാൾക്കെതിരെയും അങ്ങനെ ഒരു പോസ്റ്ററുമായിട്ട് രംഗത്ത് വരില്ല. UDF ഒരു പ്രവർത്തകരും അത്തരത്തിലുള്ള പ്രവർത്തനമൊന്നും ചെയ്യില്ല. സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി നിർണ്ണയിക്കുന്ന ചർച്ചകൾ പാർട്ടിയിൽ എവിടെയും ആരംഭിച്ചിട്ടില്ല. ഒരു പോളിസി ഡിസിഷനാണ് ഇപ്പോൾ വരുന്നത്. ആ പോളിസി ഡിസിഷൻ എങ്ങനെയായിരിക്കണം ഇതിന്റെ നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി ക്യാമ്പിൽ ചർച്ച ചെയ്യും. ബത്തേരിയിൽ നാളെ ആ ക്യാമ്പ് നടക്കുകയാണ്. ആ ഗൈഡ് ലൈൻ അനുസരിച്ച് കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും ഇത്തവണ ഒരു കാര്യം, കോഴിക്കോട് നിന്ന് കോൺഗ്രസിന് MLA-മാരുണ്ടായിരിക്കും. UDF MLA-മാരുടെ എണ്ണം കൂടും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അതിനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും, മുന്നോട്ട് പോകും. ഉള്ളതായിട്ട് ഇതുവരെ ഒരു അറിയിപ്പോ ആർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ മത്സരിക്കാനുള്ള ഒരു നിർദ്ദേശമൊന്നും ഒരു MP-ക്കും വന്നതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പാർട്ടി അതിനകത്ത് സേഫ്റ്റി വിസിറ്റിന്റെ കാര്യം പബ്ലിക്കിനെ അറിയിച്ചിട്ടായിക്കൊള്ളുന്നില്ല. കാരണം അത് അവർക്കൊരു എഞ്ചിനീയറിംഗ് അല്ല, അതല്ല സേഫ്റ്റിയിൽ അത് അവരുടെ ഒരു എഞ്ചിനീയറിംഗ് ടീമിന്റെ വിസിറ്റാണ്. നമുക്ക് ജനപ്രതിനിധികളെ അറിയിച്ച് ഞാനും കൂടെ ചേർന്നിട്ടുള്ള ഒരു വിസിറ്റ് നമ്മൾ അത് നിങ്ങളെ അറിയിക്കും.